Taekwondo ഒരു മാർഷൽ ആർട്ടാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫിറ്റ്നസ് വർക്കൗട്ടും കൂടെയാണ്. Taekwondo ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ചെയ്യാം. Taekwondo ഒറിജിനേറ്റ് ചെയ്തത് സൗത്ത് കൊറിയയിൽ നിന്നാണ്. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ 1940s 50s Taekwondo ഒറിജിനേറ്റ് ചെയ്തത്. അന്നത്തെ ക്ലാനായ ഒരു 9 ക്വാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാനിൻ്റെ അണ്ടറിലാണ് Taekwondo ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1980s ഒളിമ്പിക്സിൽ തുടങ്ങിയിട്ട് Taekwondo വാലിഡ് ആണ്. ഒളിമ്പിക് ഗെയിമായിട്ട് അപ്രൂവ് ചെയ്തിരിക്കുന്നു. 2 set left sit sit pick up get up hop you yes up 2 set left sit sit pick up get up hop you yes left hand back hold your elbows and stretch it down yes 2 sit let look forward everyone sit you sit the change Taekwondo കൂടുതൽ വരുന്നത് ലെഗ് മൂവ്മെന്റ് ആണ്. ലെഗ് മൂവ്മെന്റ് ഒരു ഗെയിം ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ ലെഗ്സിലാണ് Taekwondo മൂവ്മെന്റ് വരുന്നത്. കിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടുതൽ ലെഗ് മൂവ്മെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. 2 shout ha 3 ha 4 5 ha 6 ha 7 ha 8 ha 9 ha 10 ha 11 good left leg back start 1 ha നമ്മൾ പ്രാക്ടീസ് സെഷൻസിൽ റൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. കാലറീസും നമ്മുടെ വർക്കൗട്ടിൻ്റെ റേഷ്യോ അത്രയും ഹയർ ആവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ കൂടുതൽ ലെഗ് മൂവ്മെന്റ് വരും. 3 4 5 6 7 Taekwondo ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും പഠിക്കാം. ചെറിയ പ്രായത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏജ്ഡ് ആകുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി എടുക്കാനും അതുപോലെ തന്നെ കൂടുതൽ ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഷുവറായിട്ട് Taekwondo പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ അതിന് വേറൊരു രീതിയാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത്. ഒരു മാർഷൽ ആർട്ടിൻ്റെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതിൽ കൂടുതൽ പല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത്. ഇപ്പോൾ കിഡ്സ് സെഷൻസിനാണെങ്കിൽ അവർ കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയാണ് ആവശ്യമുള്ളത്. അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കൂടുതലുള്ള വർക്കൗട്ട് നമ്മൾ പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. Starting with the raising kick. Start 1. Good. Good. Shout. Aya. Shout. Good. Boy. Good. അതുപോലെ തന്നെ Taekwondo കോമ്പറ്റീഷൻസ് ഇവിടെ നിന്ന് നമ്മുടെ Taekwondo Association ഓഫ് കേരള ടേക്കിൻ്റെ അണ്ടറിൽ വരുന്ന വാലിഡ് ആയിട്ടുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്ന കോമ്പറ്റീഷൻസിന് ആണ് കൂടുതൽ ചാൻസ് ഉള്ളത്. Taekwondo ഒരു മാർഷൽ ആർട്സ് ബേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം Taekwondoയിൽ. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ഫ്ലെക്സിബിലിറ്റി ആണ് എപ്പോഴും. ഓൾവേസ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ട്. അപ്പോൾ Taekwondoയിൽ ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ലെഗ് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ അപ്പർ ബോഡി സ്ട്രെച്ചിങ്, ഹാൻഡ് സ്ട്രെച്ചിങ്, നമ്മൾ കൂടുതൽ സ്ട്രെച്ച് ആവാത്ത പോർഷൻസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ സ്ട്രെച്ച് ആവാത്ത ഫ്ലെക്സിബിലിറ്റി കുറവുള്ള പോർഷനാണ് നമ്മുടെ അബ്ഡമൻ.
ഹിപ്സിന് താഴെയുള്ള പൊസിഷൻ, ലെഗിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കിക്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോർ കൂടുതൽ ആയിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ വയറ് കുറയ്ക്കാനും അതുപോലെ കൂടുതൽ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാനും തൈക്കൊണ്ടോ കൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൈക്കൊണ്ടോയിൽ കൂടുതൽ മാർഷൽ ആർട്സ് ബേസിൽ വരുമ്പോൾ യോഗയുടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ വേറെ ഹാൻഡ് ടെക്നിക്സ്, കാല് മാത്രമല്ല ഹാൻഡ് ടെക്നിക്സ് ആയാലും യോഗയുടെ ട്രെയിനിങ് ആയാലും റിലാക്സേഷൻ ടെക്നിക്സ് ആയാലും പലതും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആൻഡ് സ്ട്രൈക്ക്. അതാണ് ഫൈറ്റിംഗ് മൂവ്മെൻറ്റ്സിൽ എപ്പോഴും തൈക്കൊണ്ടോയുടെ ഒരു വിന്നിങ് പോർഷൻ എന്ന് പറയുന്നത്. റിലാക്സ് ആൻഡ് സ്ട്രൈക്ക്, കൂടുതൽ നേരം ഹാർഡായിട്ട് നിൽക്കാണ്ട് ഒരു അറ്റാക്ക് ഡെലിവറി ചെയ്യുമ്പോൾ മാത്രം നമ്മൾ മാക്സിമം പവർ കൊടുത്ത് ബാക്കിയുള്ള സമയങ്ങളിൽ ബോഡി റിലാക്സ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്.